SP സുജിത് ദാസിനെതിരെ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയാണ്. അല്പം മുൻപ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കേട്ടതും അതാണ്. മുഹമ്മദ് ഷെയ്ദ് ഉണ്ട് ആദ്യം വിവരങ്ങളുമായിട്ട്. ഷെയ്ദ്, ഈ തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇതൊന്നും സുജിത് ദാസിൽ നിൽക്കുന്നില്ല. എന്താണോ അൻവർ പറഞ്ഞത് അത് സുജിത് ദാസിനെ പറ്റി മാത്രമല്ല, ഇതേ കാര്യം തന്നെയാണ് ADGPയെ സംബന്ധിച്ചും പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതികൾ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേരുകൾ പറയുന്നുണ്ടോ? ഏത് തരത്തിൽ ഈ കുറ്റകൃത്യം നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ തീർച്ചയായും ഈ നമ്മളോട് സംസാരിച്ചത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ആ രാമനട്ടുകര കേസിലെ പ്രതിപട്ടികയിലുള്ള ആളുകളാണ്. ഈ സംഘങ്ങൾ, ഈ യുവാക്കൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമൊക്കെ പല വിധത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അവർ തന്നെയാണ് ഇതിലും പ്രതികളാക്കപ്പെട്ടിട്ടുള്ളത്. അവർ തന്നെയാണ് ഈ കാര്യം പറയുന്നത്. അതായത് തങ്ങൾ ചില കുറ്റകൃത്യങ്ങൾ കേസുകളിലുമൊക്കെ പെട്ടിട്ടുണ്ട്. പക്ഷേ അനാവശ്യമായ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇല്ലാത്ത കേസുകളിൽ പ്രതികളാക്കപ്പെടുന്നു. ഒപ്പം തന്നെ ഈ യഥാർത്ഥത്തിൽ കുറ്റകൃത്യം ചെയ്തതാണെങ്കിൽ പോലും അതിൽ നിന്നും ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പണം ആവശ്യപ്പെടുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പണം ആവശ്യപ്പെടുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തിലുള്ള ഗുരുതരമായ ഒരു സാഹചര്യമാണ് എന്നുള്ളത് പറയാതെ വയ്യ. കാരണം ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായ നിയമ നടപടിക്ക് പ്രതികളെ വിധേയരാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് പകരം കേസിൽപ്പെട്ട ആളുകളെ പണം ചോദിച്ചു വാങ്ങി, ചില ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, ചിലരിൽ നിന്നും പണം ചോദിച്ചു ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ വാങ്ങുന്ന സാഹചര്യം. ഒപ്പം തന്നെയാണ് 65ഓളം ആളുകൾ ഇതിൽ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പലരും അവിടെ സ്ഥലത്ത് പോകാത്ത ആളുകളുണ്ട്. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് രാമനാട്ടുകര പ്രദേശത്ത് എത്താത്ത ആളുകളുണ്ട്. ഒരു ആംബുലൻസ് ഡ്രൈവറുണ്ട്, ഒരു ഈ ഗ്യാസ് സിലിണ്ടർ വിതരണക്കാരനായ ആളുകളുണ്ട്, അത്തരം ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുമായി ടെലിഫോണിൽ സംസാരിക്കുകയോ ഫോൺ ബന്ധം നടത്തുകയോ നാട്ടിലുള്ള പല സുഹൃത്തുക്കളായ ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന ഇവരെയൊക്കെ തിരഞ്ഞുപിടിച്ച് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ഈ സംഘം ചെയ്തതെന്നാണ് ഇവർ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ ഇങ്ങനെ കൂടുതൽ ആളുകൾ പ്രതി ചേർക്കുന്നതോടുകൂടി എല്ലാവരും ഭീഷണി അല്ലെങ്കിൽ ഭയം ഉടലെടുക്കുകയും ആ ഭയം ഉപയോഗിച്ച് അവരിൽ നിന്നും പണം. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. ഇപ്പോൾ ജോസഫ് സി മാത്യു നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഷെയ്ദ് റിപ്പോർട്ട് ചെയ്യുന്ന ഉൾപ്പെടെ അങ്ങ് കേൾക്കുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്.